രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കൻ മേധാവിത്വത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ സ്വാധീന വലയം വിപുലീകരിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയെ മുൻനിർത്തി ഗ്ലോബൽ സൗത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ മേൽ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കാനാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ബ്രിക്സ്, അറബ് ലീഗ്, ആസിയാൻ, ആഫ്രിക്കൻ യൂണിയൻ തുടങ്ങിയ നിർണായക പ്രാദേശിക സഖ്യങ്ങളുമായി ചേർന്നുള്ള പുതിയ IT സഹകരണ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് വാഷിംഗ്ടണിനെ പ്രതിരോധത്തിലാക്കാനാണ് ബീജിംഗിന്റെ നീക്കം. 21ാം നൂറ്റാണ്ടിലെ ആഗോളക്രമം ആര് നിയന്ത്രിക്കണമെന്ന കാര്യത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന തന്ത്രപരമായ മത്സരത്തിന്റെ ഏറ്റവും പുതിയ മുഖമാണിത്. സാങ്കേതിക വിദ്യ കേവലം ബിസിനസ് ലക്ഷ്യങ്ങൾക്കപ്പുറം വലിയൊരു ഭൗമരാഷ്ട്രീയ ആയുധമാണെന്ന് ചൈന വ്യക്തമായി മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായാണ് വികസ്വര രാജ്യങ്ങളിലെ 10,000-കണക്കിന് പ്രൊഫഷണലുകൾക്ക് ചൈനയിൽ AI പരിശീലന അവസരങ്ങൾ നൽകുമെന്നും അന്താരാഷ്ട്ര സഹകരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും ഷീ ജിൻപിങ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ പലപ്പോഴും വികസ്വര രാജ്യങ്ങൾക്ക് സാങ്കേതിക വിദ്യ കൈമാറാൻ മടിക്കുമ്പോൾ തങ്ങളുടെ അത്യാധുനിക സാങ്കേതിക വിജ്ഞാനം പങ്കുവയ്ക്കാൻ തയ്യാറാണെന്ന് കാണിച്ച് ഗ്ലോബൽ സൗത്തിന്റെ യഥാർത്ഥ നേതാവായി മാറാനാണ് ചൈന ശ്രമിക്കുന്നത്. ഇത് കേവലം ഒരു വിദ്യാഭ്യാസ പദ്ധതിയല്ല, മറിച്ച് വരും തലമുറയിലെ സാങ്കേതിക വിദഗ്ധരെയും ഭരണാധികാരികളെയും ചൈനീസ് ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ്. വാഷിംഗ്ടണും ബീജിംഗും തമ്മിലുള്ള ശീതയുദ്ധ സമാനമായ പശ്ചാത്തലത്തിൽ ഈ പ്രഖ്യാപനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആഗോളതലത്തിൽ സഖ്യകക്ഷികളെ നിലനിർത്താനും പുതിയ പങ്കാളികളെ കണ്ടെത്താനും ഇരു രാജ്യങ്ങളും പരസ്പരം മത്സരിക്കുകയാണ്. സൈനിക ബലത്തെക്കാളും സാമ്പത്തിക ഉപരോധങ്ങളെക്കാളും വരും ദിവസങ്ങളിൽ നിർണായകമാവുക സാങ്കേതിക വിദ്യയിലെ ആധിപത്യമായിരിക്കുമെന്ന ഈ നീക്കം അടിവരയിടുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ചൈന കൈവരിക്കുന്ന മുന്നേറ്റം തങ്ങളുടെ ആഗോള സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും ഭീഷണിയാണെന്ന് അമേരിക്ക വിലയിരുത്തുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ വികസ്വര രാജ്യങ്ങളെ ചൈനയുടെ പക്ഷത്തേക്ക് അണിനിരത്തുകയാണ് ഷീ ജിൻപിങ്ങിന്റെ ലക്ഷ്യം. ബ്രിക്സ് സഖ്യത്തിന്റെ വിപുലീകരണവും അതിലേക്ക് അറബ് രാജ്യങ്ങളുടെ കടന്നുവരവും ചൈനയ്ക്ക് തങ്ങളുടെ താൽപര്യങ്ങൾ നടപ്പിലാക്കാനുള്ള വലിയൊരു വേദിയാണ് ഒരുക്കിക്കൊടുത്തത്. പരമ്പരാഗതമായി അമേരിക്കയുടെ വിശ്വസ്ത സഖ്യകക്ഷികളായിരുന്ന മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ബീജിംഗുമായി അടുക്കുന്നത് വാഷിംഗ്ടണിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. ഊർജ്ജ വിപണിയിലെ തങ്ങളുടെ ആധിപത്യത്തിന് പുറമെ സാങ്കേതിക വിദ്യയിലും ചൈനയുമായി കൈകോർക്കാൻ അറബ് ലോകം കാണിക്കുന്ന താല്പര്യം പുതിയൊരു ഭൗമരാഷ്ട്രീയ സമവാക്യത്തിന് ജന്മം നൽകുന്നു. അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സ്വന്തം നിലയിൽ സാങ്കേതികമായി വളരാനും ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് ചൈനീസ് വാഗ്ദാനങ്ങൾ വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആസിയാൻ രാജ്യങ്ങളുമായുള്ള ചൈനയുടെ സഹകരണം ഏഷ്യ പസഫിക് മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ചൈനയുടെ അയൽപ്പക്കത്തുള്ള ഈ രാജ്യങ്ങളിൽ സാങ്കേതികവും സാമ്പത്തികവുമായ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ മേഖലയിലെ അമേരിക്കൻ സൈനിക രാഷ്ട്രീയ ഇടപെടലുകളെ ദുർബലപ്പെടുത്താൻ ബീജിംഗിന് സാധിക്കും. ദക്ഷിണ ചൈന കടലിലെ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും സാങ്കേതിക സഹകരണത്തിന്റെ പുതിയ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് ഈ രാജ്യങ്ങളെ തങ്ങളോട് ചേർത്ത് നിർത്താൻ ചൈനീസ് നയതന്ത്രത്തിന് കഴിയുന്നുണ്ട്. ഇത് മേഖലയിൽ അമേരിക്ക കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന സഖ്യങ്ങളെ പ്രതിരോധത്തിലാക്കുന്നു. ആഫ്രിക്കൻ യൂണിയനുമായുള്ള പങ്കാളിത്തമാണ് ചൈനയുടെ ഈ ആഗോള തന്ത്രത്തിന്റെ മറ്റൊരു പ്രധാന തൂണ്. പതിറ്റാണ്ടുകളായി ആഫ്രിക്കയിലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ചൈന വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇപ്പോൾ അതിനെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്കും AI സാങ്കേതിക വിദ്യയിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഭാവി വിപണിയെയും ഭരണ സംവിധാനങ്ങളെയും ചൈനീസ് നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യകളിലേക്ക് മാറ്റുന്നതിലൂടെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു ആധിപത്യമാണ് ചൈന ലക്ഷ്യമിടുന്നത്. പാശ്ചാത്യ ശക്തികളുടെ കോളനി വൽക്കരണ ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തങ്ങൾ വികസനത്തിന്റെ പുതിയൊരു പങ്കാളിയാണെന്ന് സ്ഥാപിക്കാനാണ് ചൈന ഇവിടെ ശ്രമിക്കുന്നത്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഈ നീക്കം വലിയൊരു അവസരമാണ് തുറന്നു നൽകുന്നത്. പാശ്ചാത്യ ഇതര രാജ്യങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ രൂപീകരിക്കാനും അതുവഴി അന്താരാഷ്ട്ര വേദികളിൽ തങ്ങളുടെ ശബ്ദം ശക്തമാക്കാനും അവർക്ക് സാധിക്കും. അമേരിക്ക നയിക്കുന്ന ലോകക്രമത്തിൽ തങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന വികസ്വര രാജ്യങ്ങളുടെ പരാതിയെയാണ് ഇവിടെ ചൈന ചൂഷണം ചെയ്യുന്നത്. ചൈന നൽകുന്ന സാങ്കേതിക പിന്തുണയിലൂടെ ഈ രാജ്യങ്ങൾക്ക് തങ്ങളുടെ ഭരണനിർവഹണവും സേവനങ്ങളും ആധുനികവൽക്കരിക്കാൻ സാധിക്കുമെങ്കിലും അത് തങ്ങളെ ചൈനീസ് നിരീക്ഷണ സംവിധാനങ്ങൾക്കും ഡിജിറ്റൽ സ്വാധീനത്തിനും അടിമപ്പെടുത്തുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ വികേന്ദ്രീകരണമാണ് ചൈന ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന ആശയം. ആഗോള IT വിപണിയും ഇന്റർനെറ്റ് സംവിധാനങ്ങളും നിലവിൽ അമേരിക്കൻ കമ്പനികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, OpenAI തുടങ്ങിയ ഭീമന്മാർക്ക് ബദലായി സ്വന്തം AI സംവിധാനങ്ങൾ ആഗോളതലത്തിൽ പ്രതിഷ്ഠിക്കാനാണ് ചൈനയുടെ ശ്രമം. ചൈനീസ് AI പ്ലാറ്റ്ഫോമുകളും സാങ്കേതിക വിദ്യകളും മറ്റു രാജ്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടെ ആഗോള ഡാറ്റ ഒഴുക്കിന്റെ നിയന്ത്രണം ബീജിംഗിന്റെ കൈകളിലെത്തും. ഇത് അമേരിക്കൻ സാങ്കേതിക കുത്തകയ്ക്ക് നൽകുന്ന
ഏറ്റവും വലിയ പ്രഹരമായിരിക്കും. ഈ സാഹചര്യത്തെ നേരിടാൻ വാഷിംഗ്ടണും തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ ശക്തമാക്കുകയാണ്. ചൈനീസ് കമ്പനികൾക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും തന്ത്രപ്രധാനമായ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കൈമാറ്റം തടയാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം വിലക്കുകളെ മറികടക്കാനുള്ള ആഭ്യന്തര ശേഷി ചൈന ഇതിനകം തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അമേരിക്ക തങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ലോകത്തിലെ ഭൂരിപക്ഷം വരുന്ന വികസ്വര രാജ്യങ്ങളെ ഒപ്പം കൂട്ടി അതിനെ നേരിടാനാണ് ഷീ ജിൻപിങ് തുനിയുന്നത്. ഇത് അമേരിക്കയുടെ ഉപരോധ രാഷ്ട്രീയത്തിന്റെ മൂർച്ച കുറയ്ക്കാൻ സഹായിക്കും. ആഗോള രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ അധികാര മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന അമേരിക്കൻ കേന്ദ്രീകൃത ലോകക്രമം പൂർണ്ണമായും മാറിക്കൊണ്ടിരിക്കുകയാണ്. ബഹുദ്രുവ ലോകം എന്ന ആശയമാണ് ചൈനയും ബ്രിക്സ് രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഒരു രാജ്യത്തിന് മാത്രമായി ആഗോള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ ബഹുദ്രുവ ലോകത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറാനാണ് ചൈന കരുക്കൾ നീക്കുന്നത്. ചൈനയുടെ ഈ പുതിയ സാങ്കേതികത സഖ്യം കേവലം സാമ്പത്തിക ഇടപാടുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് രാജ്യങ്ങളുടെ സുരക്ഷ, നിരീക്ഷണം, സാമൂഹിക നിയന്ത്രണം എന്നിവയെല്ലാം ബാധിക്കുന്ന ഒന്നാണ്. ചൈന വികസിപ്പിച്ചെടുത്ത AI അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങൾ മറ്റ് വികസ്വര രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് കൈമാറുന്നത് വഴി ആ രാജ്യങ്ങളിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ചൈനീസ് സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കും. ഇത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഭീഷണിയാണെന്ന വാദവുമായി അമേരിക്കയും സഖ്യകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. എങ്കിലും ആഗോളതലത്തിൽ ചൈന ഉയർത്തുന്ന ഈ സാങ്കേതിക വെല്ലുവിളിയെ ചെറുക്കുക അമേരിക്കയ്ക്ക് അത്ര എളുപ്പമായ കാര്യമല്ല. കാരണം വികസ്വര രാജ്യങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും പ്രായോഗികമായ സാങ്കേതിക വിദ്യയും സമയബന്ധിതമായി നൽകാൻ ചൈന തയ്യാറാകുന്നുണ്ട്. അമേരിക്കൻ വിദേശ നയം പലപ്പോഴും രാഷ്ട്രീയ നിബന്ധനകൾക്ക് വിധേയമായിരിക്കുമ്പോൾ ചൈന അത്തരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതെ കച്ചവടവും സാങ്കേതിക വിദ്യയും മാത്രം സംസാരിക്കുന്നു എന്നത് പല രാജ്യങ്ങളെയും ആകർഷിക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഈ നീക്കം ആഗോളക്രമത്തിൽ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ഇത് തോക്കുകളും ബോംബുകളും കൊണ്ടുള്ള യുദ്ധമല്ല, മറിച്ച് അൽഗോരിതങ്ങളും ഡാറ്റയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൊണ്ടുള്ള യുദ്ധമാണ്. ഈ മത്സരത്തിൽ ആര് വിജയിക്കുന്നുവോ അവരായിരിക്കും വരും നൂറ്റാണ്ടിലെ ലോകത്തെ നയിക്കുക. ബ്രിക്സും അറബ് രാജ്യങ്ങളും ആഫ്രിക്കയും ചൈനയുടെ ഡിജിറ്റൽ സഖ്യത്തിൽ അണിചേരുമ്പോൾ വാഷിംഗ്ടൺ കൂടുതൽ ഒറ്റപ്പെടുകയും പുതിയൊരു ആഗോള സാങ്കേതിക രാഷ്ട്രീയ ചേരിതിരിവ് പൂർണ്ണമാക്കുകയും ചെയ്യുകയാണ്.